ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം മുനിമാർ തങ്ങളുടെ ശാപത്താൽ നിശ്ചേഷ്ടമാക്കിയ വേനന്റെ ശരീരത്തെ അമ്മയായ സുനീത തൻ്റെ മന്ത്രസിദ്ധിയാൽ കേടുതട്ടാതെ സൂക്ഷിച്ചു പോന്നു. ഇങ്ങനെയിരിക്കെ ഇനി 36-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു: ഏകദാ മുനയഃ തേ മുനയസ്തേ തു സരസ്വത് സലിലാപ്ലുതാഃ ഹുത്വാ അഗ്നീൻ സത്കഥാഃ ചക്രുഃ ഉപവിഷ്ടാഃ സരിത്തടേ. ഏകദാ അങ്ങനെ ഇരിക്കെ ഒരിക്കൽ തേ മുനയഃ ഈ ഋഷിമാർ, വേനനെ ശപിച്ച് നിശ്ചേഷ്ടനാക്കിയ ഋഷിമാർ, സരസ്വത് സലിലം സരസ്വതി നദിയിലെ സലിലത്തിൽ, ആ നദിയിൽ ജലത്തിൽ, ആപ്ലുതാഹ കുളിച്ച്, അഗ്നീൻ 3 അഗ്നികളെ, ഹുത്വ ഹോമിച്ച് ആരാധിച്ച്, സരിത്തടേ ആ നദീതീരത്തിൽ, ഉപവിഷ്ടാഹ ഇരുന്നുകൊണ്ട്, സത്കഥാഹ ഹരികഥാ കഥനം ചക്രുഹു ചെയ്തിരുന്നു. ആ ഋഷിമാർ തങ്ങളുടെ ദൈനംദിന കർമ്മങ്ങളുടെ ഭാഗമായിട്ട് സരസ്വതി നദിയിൽ കുളിച്ച്, അഗ്നിയെ ഹോമിച്ച് ആരാധിച്ച്, അങ്ങനെ ആ തടത്തിൽ, സരസ്വതി തടത്തിൽ ഇരുന്ന് ഒരു ചെറിയ സത്സംഗം നടത്തുകയായിരുന്നു. ഏകദാ മുനയസ്തേ തു സരസ്വത് സലിലാപ്ലുതാഃ ഹുത്വാഗ്നീൻ സത്കഥാശ്ചക്രുരുപവിഷ്ടാ സരിത്തടേ. 37-ാമത്തെ ശ്ലോകം. വീക്ഷ്യ ഉത്ഥിതാൻ മഹോത്പാതാൻ ആഹുഃ ലോകഭയങ്കരാൻ അപി അഭദ്രം അനാഥായ ദസ്യുഭ്യഃ അപ്യഭദ്രമനാഥായ ദസ്യുഭ്യോ ന ഭവേത് ഭുവഃ. എന്നാൽ ഈ ഹരികഥ നടന്നുകൊണ്ടിരിക്കെ അവർക്ക് അവരുടെ ദിവ്യദൃഷ്ടിയാൽ ഉത്ഥിതാൻ ഉയർന്നെഴുന്ന, ലോകഭയങ്കരാൻ ലോകത്തെ പേടിപ്പെടുത്തുന്ന, മഹോത്പാതാൻ അശുഭ നിമിത്തങ്ങളെ അവർ കാണുകയാണ്. അങ്ങനെ വീക്ഷ്യ കണ്ടിട്ട്, ആഹുഹു അവർ പറഞ്ഞു, അനാഥായാഹ ഭുവഃ ഇപ്പോൾ വേനനും ഇല്ലാതായതോടെ എല്ലാ അർത്ഥത്തിലും ഈ ഭൂമി അനാഥമായി. അങ്ങനെ അനാഥമായ ഭൂമിക്ക്, ഭുവഃ ഭൂമിക്ക്, ദസ്യുഭ്യഃ ചോരന്മാരിൽ നിന്ന്, അഭദ്രം മംഗളകരമല്ലാത്ത രീതിയിലുള്ള ശല്യങ്ങൾ, അപി ന ഭവേത് സംഭവിച്ചുകൂടുന്നില്ലല്ലോ, അതിൻ്റെതായിരിക്കാം ഈ അശുഭ നിമിത്തങ്ങൾ എന്ന് അവർ പരസ്പരം പറയുകയാണ്. വീക്ഷ്യോത്ഥിതാൻ മഹോത്പാതാൻ ആഹുർ ലോകഭയങ്കരാൻ അപ്യഭദ്രമനാഥായ ദസ്യുഭ്യോ ന ഭവേത് ഭുവഃ. 38-ാമത്തെ ശ്ലോകം. ഏവം മൃഷന്തഃ ഋഷയോ ധാവതാം സർവതോ ദിശം പാംസുഃ സമുത്ഥിതോ ഭൂരിഃ ചോരാണാം അഭിലുംപതാം. ഋഷയഃ ഋഷിമാർ ഏവം ഇപ്രകാരം, മൃഷന്തഃ അവർ ഊഹിച്ചതാണ്, കള്ളന്മാരൊക്കെ ഈ രാജ്യത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന്. അങ്ങനെ ഊഹിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ, അഭിലുംപതാം
കൊള്ളയടിച്ചുകൊണ്ട്, ആളുകളെയൊക്കെ കൊള്ളയടിച്ച് സർവതോ ദിശം എല്ലായിടത്തും ധാവതാം പരക്കം പായുന്ന ചോരാണാം തസ്കരന്മാരുടെ ഭൂരിഹി പാംസുഹു അവർ ഈ കുതിരയെ അത്ര അധികം വേഗതയിൽ ഓടിച്ചു പോകുന്ന സമയത്തുണ്ടായ ആ മൺപൊടി, പരപ്പിലുള്ള മൺപൊടി, ഭൂരിഹി പാംസുഹു സമുദ്ധിത, അതങ്ങനെ ഉയർന്നു വന്നു. ഇപ്പോൾ ആരെയും പേടിക്കേണ്ടതില്ല. ചോരന്മാരൊക്കെ അവർക്ക് തോന്നിയതുപോലെയാണ് ജീവിക്കുന്നത്. രാജാവും ഇല്ലാതായതോടെ എല്ലാവരും അവരവർക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ തസ്കരന്മാർ അവർക്ക് പറ്റാവുന്ന രീതിയിൽ കൊള്ളയടിച്ച്, അങ്ങനെ ഈ ഋഷിമാർ നോക്കി നിൽക്കെ തന്നെ അവർ പൊടി പാറിച്ചുകൊണ്ട് അങ്ങനെ പരക്കം പായുന്നതാണ് കാണുന്നത്. ഏവം ഋഷന്ത ഋഷയോ ധാവതാം സർവതോ ദിശം പാംസു സമുദ്ധിതോ ഭൂരിശ്ചോരാണാമഭിലുംപതാ. ഇനി 39-40 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. തദുപദ്രവമാജ്ഞായ ലോകസ്യ വസു ലുംപതാം ഭർത്തരി ഉപരത്തെ തസ്മിൻ അന്യോന്യം ച വിലുംപതാം. 40 ചോരപ്രായം ജനപദം ഹീനസത്വമരാജകം ലോകാന്ന അവാരയൻ ശക്താഹ അപി തദ്ദോഷദർശിനഃ. തസ്മിൻ ആ ദേശത്ത് ഭർത്തരി ഒരു പരമാധികാരി ഉപരതെ ഇല്ലാതിരിക്കെ തത് ആ ഒരു കാര്യം ലോകസ്യ ഇങ്ങനെ പരമാധികാരികൾ ഇല്ലാതിരിക്കുമ്പോൾ ജനങ്ങളാണ് പിന്നെ എല്ലാം. ഒരു തരത്തിൽ നോക്കിയാൽ ജനാധിപത്യം എന്നത് ശരിയായ ഒരു നീതി നിർവഹണത്തിന് നല്ലതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാവർക്കും എല്ലാ അധികാരവും ഉണ്ടാകുമ്പോൾ കയ്യൂക്കുള്ളവരാണ് കാര്യക്കാരാവുക. അവിടെ എല്ലാവർക്കും നീതി എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതേസമയം നീതിയും ധർമ്മബോധവും ഉള്ള ഒരു രാജാവാണ് ഭരിക്കുന്നതെങ്കിൽ ആ രാജ്യത്തെ എല്ലാവർക്കും തുല്യമായിട്ട് നീതി ഉറപ്പാക്കാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ ഇപ്പോഴത്തെ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നതാണ്. പറയുമ്പോൾ ജനാധിപത്യമാണ്, പക്ഷേ കയ്യൂക്കുള്ളവർ കാര്യക്കാരായി തീരുന്നു. കഴിവില്ലാത്തവർ, മറ്റുള്ളവരെ എതിർക്കാൻ ശക്തിയില്ലാത്തവർ എല്ലാ അർത്ഥത്തിലും തഴയപ്പെടുന്നു. അപ്പോൾ ഇവിടെ ലോകസ്യ വസു നാട്ടുകാരുടെ സമ്പത്ത് ലുംപതാം കവരുന്നവരും ഇനി കവർന്നിട്ട് അവർ തമ്മിൽ വഴക്കു കൂടുന്നു. അതാണ് അന്യോന്യം വിലുംപതാം. ഈ കവർന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളയും കൊലയും നടത്തുന്നവരുമായിട്ടുള്ള ആ അസത്തുക്കളുടെ ഉപദ്രവം, ദ്രോഹം, ഇതെല്ലാം സഹിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കാത്തവരാണ്. അങ്ങനെ ദ്രോഹത്തെയും ചോരപ്രായം, മിക്കവാറും എല്ലാവരും കള്ളന്മാരാകുന്ന ഒരു അവസ്ഥയായി. ശരിക്കും നമ്മൾ ആലോചിച്ചു നോക്കിയാൽ ഇന്ന് ഇതല്ലേ നടക്കുന്നത് എന്ന് തോന്നിപ്പോകും. അങ്ങനെ എല്ലായിടത്തും എല്ലാ മേഖലകളിലും കള്ളന്മാർ പെരുകി അരാജകത്വം ബാധിച്ച് ഹീനസത്വം, ആ നാടിൻ്റെ ഉൾക്കരുത്തില്ലാതായി. ഇങ്ങനെയുള്ള ജനപദം, നാടിനെയും ആജ്ഞായ കണ്ടറിഞ്ഞിട്ട്, നാടിൻ്റെ അതിദയനീയമായ അവസ്ഥ കണ്ടറിഞ്ഞിട്ട് ഈ മുനിമാർക്ക് വേനനെ വധിക്കാമെങ്കിൽ ഇതെല്ലാം അവരുടെ ആ തപശക്തി കൊണ്ട് വേണമെങ്കിൽ ഇല്ലാതാക്കാം. അതുകൊണ്ട് പറയുന്നു ശക്താഹ അപി, ഇതെല്ലാം മാറ്റുവാൻ ആയിരുന്നിട്ടുകൂടെ തദ്ദോഷദർശിനഃ, ഇങ്ങനെ ഇത് കണ്ടിട്ടും അത് തടയാതിരുന്നാൽ, അതുകൊണ്ടുള്ള ദോഷം അറിയുന്നവരായിട്ടും കൂടി ലോകാൻ ഈ ജനങ്ങളെ ന അവാരയൻ തടഞ്ഞില്ല. ഇവിടെയാണ് പലപ്പോഴും നമുക്ക് സംശയം വരുന്നൊരു കാര്യം.
ഈ ആധ്യാത്മിക മേഖലയിലൊക്കെ പോകുന്നവർ ഒന്നിലും പ്രതികരിക്കാതെ ഇരിക്കണമോ? ഒരു തെറ്റ് കാണുമ്പോൾ അതവരുടെ കർമ്മഫലമാണ് എന്ന് കരുതി അതിനെ അവഗണിക്കുകയാണോ വേണ്ടത്? അതേസമയം അത്തരം സന്ദർഭങ്ങളിൽ അതിനോട് അറ്റാച്ച്ഡ് ആവാതെ പക്ഷേ പ്രതികരിക്കേണ്ടതുണ്ട്. ഇത് പൊതുസമൂഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു ഗൃഹസ്ഥനായിട്ടിരുന്നാലും ഇനി അല്ല സന്യാസവൃത്തിയിൽ ഇരിക്കുന്ന ആളായാലും കൺമുന്നിൽ ഒരു അക്രമം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള മോശം പ്രവൃത്തി കാണുമ്പോൾ ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് മാറിയിരുന്നാൽ അതല്ല ആധ്യാത്മികത. ഈ ലോകത്തോടും നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. അതുകൊണ്ട് പ്രതികരിക്കാതിരിക്കുക എന്നത് ആധ്യാത്മികതയുടെ ലക്ഷണമാണെന്ന് ആരും കരുതരുത്. എന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളിലും പോയി അഭിപ്രായം പറയണം എന്നുമല്ല. അഭിപ്രായം പറയലല്ല കാര്യം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രതികരിച്ചിട്ട് അത് അവിടെ നിന്ന് നിർത്താൻ സാധിക്കണം. ആ കാര്യം, ഒരു മോശം പ്രവൃത്തി ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ അത് തടയാൻ സാധിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് അഭിപ്രായം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അങ്ങനെ അഭിപ്രായം പറയുന്ന ഒരുപാട് പേരുണ്ട്. അതിലല്ല കാര്യം. നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരു അതിക്രമത്തെ തടയാൻ നമ്മളാലാവുന്നത് എങ്ങനെ അത് തടയാൻ സാധിക്കും? ഒന്നുമില്ലെങ്കിലും ഒരു പോലീസിനെ വിളിക്കാനെങ്കിലുമുള്ള ഒരു മനസാന്നിധ്യം അവർക്കുണ്ടാവണം. പക്ഷേ ഇന്ന് പല സംഭവങ്ങളിലും വളരെ നിരാശാജനകമായിട്ട് സാധാരണ ആളുകൾ പോലും, ആധ്യാത്മികതയൊന്നും നമുക്ക് അവിടെ എടുക്കേണ്ട, സാധാരണ ആളുകൾ പോലും തങ്ങളുടെ മുന്നിൽ ഒരു മോശം പ്രവൃത്തി കണ്ടാൽ അത് തടയാറില്ല. എന്തിന് വെറുതെ വയ്യാവേലി എന്ന് പറയാറാണ് പതിവ്. പക്ഷേ ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്, നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരു അതിക്രമം, മോശമായ പ്രവൃത്തി തടയാതിരുന്നാൽ, അറിഞ്ഞുകൊണ്ട് കണ്ടിട്ടും തടയാതിരുന്നാൽ അത് ആ പാപത്തിന് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് കണ്ടു നിൽക്കുന്നവരും പാപികളാകുന്നു. അപ്പോൾ ഒരു നിമിഷം ഇതൊക്കെ തടയണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും എന്ത് ചെയ്യണം എന്നതിൽ അവർക്കൊരു ആശയക്കുഴപ്പമുണ്ടായി. ഈ ഋഷിമാർക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടായി എന്ന് പറയുകയാണ്. വേനന്റെ ദുഷ്ടത്തരം കണ്ട് വേനനെ വധിച്ചു എന്നത് ശരി തന്നെ. പക്ഷേ ഈ അധർമ്മത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക, അവരെ വധിക്കുക എന്നതൊക്കെ ക്ഷത്രിയരുടെ ധർമ്മമാണ്. അപ്പോൾ എല്ലായിടത്തും പോയിട്ട് മന്ത്രപ്രയോഗത്താൽ അധാർമിക പ്രവൃത്തി ചെയ്യുന്നവരെയൊക്കെ വധിക്കുക എന്ന് പറയുന്നത് വർണ്ണാശ്രമ ധർമ്മത്തിന് എതിരാണ്. കാരണം ഇവർ സർവസംഘ പരിത്യാഗികളായിട്ടുള്ള ഋഷിമാരാണ്. അതുകൊണ്ട് അവർ ചെയ്യേണ്ട പ്രവൃത്തി, അതായത് അധാർമിക പ്രവൃത്തി കാണുമ്പോൾ നമ്മൾ ഇടപെടേണ്ട രീതിക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. പ്രതികരിക്കാതിരിക്കരുത്, പക്ഷെ ആ പ്രതികരണം പല രീതിയിൽ ആകണം എന്ന് മാത്രം. അതായത് അക്രമികളെ കീഴ്പ്പെടുത്താൻ തക്ക ശരീരബലമുള്ളവർക്ക് ആ അക്രമ സംഭവത്തിന്റെ ഇടയിൽ പോയി അവരെ അവിടെ നിന്ന് ബലമായി പിടിച്ചു മാറ്റാം. എന്നിട്ട് ആ അക്രമ സംഭവം അവിടെ തടയാം. ഇനി അല്ലാത്തവർ, എനിക്കതിനുള്ള ശക്തിയില്ല, പോയാൽ അവർ എന്നെയും ഇടിക്കും എന്നാണെങ്കിൽ വളരെ ബുദ്ധിപൂർവമാണ് ആ സംഗതിയെ കൈകാര്യം ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് അതിൻ്റെ, അതായത് ആരാണോ നീതി നടപ്പാക്കേണ്ടത് അത്തരം അധികാരികളെ ഈ വിവരം അറിയിക്കുക. പിന്നീട് കോടതിയിലൊക്കെ പോയി സാക്ഷി പറയണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യുക. ഇന്ന് നമുക്ക് പലപ്പോഴും മരണഭയം കൊണ്ട് ഇതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കാറുണ്ട്. പക്ഷേ ഓർക്കുക, ധീരന് ഒരിക്കലേ മരണമുള്ളൂ, ഭീരുക്കൾ മരിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ നടക്കുന്ന ശവങ്ങളായിട്ടിങ്ങനെ പോകും. ശരിക്കും ഈശ്വരനിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആരെയും ഭയപ്പെടില്ല. അതായത് ഈ സമൂഹത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞു തരുന്നത്. ഒന്നിൽ നിന്നും ആരും മാറി നിൽക്കരുത്.
ഈ നമ്മുടെ കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്തം പോലെ തന്നെ ഈ സമൂഹത്തിനോടും നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ട്. തദുപദ്രവമാജ്ഞായ ലോകസ്യ വസുലുംപതാം ഭർത്തരയുപരതേ തസ്മിന്നന്യോന്യം ച വിലുംപതാം ചോരപ്രായം ജനപദം ഹീനസത്വമരാജകം ലോകാന്നവാരയൻ ശക്താപി തദ്ദോഷദർശിന. ഈ ഒരു പ്രശ്നത്തിൽ, അധാർമിക പ്രശ്നത്തിൽ അല്ലെങ്കിൽ രാജ്യം അരാജകത്വത്തിലേക്ക് പോകുന്നു എന്നതിൽ നേരിട്ട് ഇടപെടാൻ ഈ ഋഷിമാർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നത് ശരി തന്നെ. പക്ഷേ ഒരു തരത്തിലും ഇടപെടാതിരുന്നാൽ അവരുടെ ബ്രഹ്മ തേജസ് പോലും ക്ഷയിച്ചു പോകും എന്നവർക്കറിയാം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, നമുക്കൊക്കെ ഈ സമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് വേറെ ഏത് രീതിയിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാം എന്നവർ ചിന്തിക്കുകയാണ്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് കാണാം. 41-ാമത്തെ ശ്ലോകം. ബ്രാഹ്മണഃ സമദൃക് ശാന്തഃ ശാന്തോ ദീനാനാം സമുപേക്ഷകഃ സ്രവതേ ബ്രഹ്മ തസ്യാപി ഭിന്നഭാണ്ഡാത് പയഃ പയോ യഥാ. ബ്രാഹ്മണഃ, ബ്രാഹ്മണർ സമദൃക്, സമദർശികളാണ്. അവിടെ ശത്രുവെന്നോ മിത്രമെന്നോ ഭേദം ഒരു യഥാർത്ഥ ബ്രാഹ്മണന് ഇല്ല. ശാന്തഃ, ശമഗുണം ഉള്ളവനാണ്. ഇതൊക്കെ ശരി. തഥാപി, എന്നിരുന്നാലും ദീനാനാം, ദീനജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് നമ്മുടെ കൺമുന്നിൽ വെച്ച് ഒരു ഉപദ്രവം നേരിടുന്ന സമയത്ത് എനിക്കിതൊന്നും ബാധകമല്ല എന്ന് സമുപേക്ഷകഃ, ഉപേക്ഷ കാട്ടുന്നവൻ ആരായിരുന്നാലും തസ്യ അപി, അവനിനി എത്ര വലിയ സാധകനാണെന്ന് പറഞ്ഞാലും ബ്രഹ്മ, അവൻ നേടിയ ആ സാധനയിലൂടെ നേടിയ ആ ഈശ്വരത്വം, ബ്രാഹ്മണ്യം, അത് ഭിന്നഭാണ്ഡാത്, ഒരു പൊട്ടിയ പാൽക്കലത്തിൽ നിന്ന് പയഹ യഥ, എങ്ങനെയാണോ പാൽ ചോർന്നു പോകുന്നത് അതുപോലെ സ്രവതേ, ചോർന്നു പോകുന്നു. അതായത് ഞാൻ വലിയ സാധകനാണ്, എനിക്കിതിലൊന്നും ഒരു കാര്യവുമില്ല, അവിടെ എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല, ഇത്തരം കാര്യങ്ങളിലൊന്നും പ്രതികരിക്കേണ്ടതില്ല എന്നൊക്കെ ഏതെങ്കിലും ആധ്യാത്മിക സാധകർ കരുതുന്നു എങ്കിൽ അവർക്കുള്ള പാഠമാണ് ഇത്. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൺമുന്നിൽ കാണുന്ന അക്രമത്തെ തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന കാര്യത്തിലാണ് പറയുന്നത്. അല്ലാതെ സമൂഹത്തിൽ കാണുന്ന വിഷയങ്ങളിൽ പോയി അഭിപ്രായം പറയണം എന്നല്ല. നമ്മുടെ കൺമുന്നിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഇടപെടാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നിട്ടും നമ്മൾ അതിനെ അവഗണിച്ചാൽ അവൻ എത്ര വലിയ ഭക്തനാണ്, സാധകനാണ് എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. അവൻ നേടിയ ആ സാധനയിലൂടെ നേടിയ എല്ലാ അർത്ഥത്തിലുമുള്ള അനുഗ്രഹം, ഈശ്വര അനുഗ്രഹം പൊട്ടിയ പാൽപാത്രത്തിൽ നിന്ന് പാൽ പോകുന്നത് പോലെ അങ്ങനെ അങ്ങ് ഒലിച്ചു പോകുന്നു. ബ്രാഹ്മണ സമദൃക്ഷാന്തോ ദീനാനാം സമുപേക്ഷക സ്രവതേ ബ്രഹ്മ തസ്യാപി ഭിന്നഭാണ്ഡാത്വയോ യഥാ. അപ്പോൾ ഈ ഋഷിമാർ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് ഏത് രീതിയിലുള്ള പരിഹാരം ഒരു ബ്രാഹ്മണർ എന്ന നിലയിൽ, അതായത് ബ്രഹ്മത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ശമ ദമാദി ഗുണങ്ങളോടുകൂടിയ ക്ഷത്രിയനെ പോലെ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ അവർക്ക് അധികാരമില്ല. കാരണം അത് അവരുടെ സ്വധർമ്മത്തിന് എതിരാണ്. നേരത്തെ വേനനെ ഹുങ്കാരത്താൽ അവർ വധിച്ചു, അത് ഒട്ടും നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എന്ന് കരുതി അധർമ്മം ചെയ്യുന്നവരെ മുഴുവൻ മന്ത്രപ്രയോഗത്താൽ വധിക്കുക എന്നത് ഈ കുലത്തിന് ചേർന്നതല്ല. ഇവരുടെ ഈ വർണ്ണത്തിന് അല്ലെങ്കിൽ ആ ആശ്രമ വ്യവസ്ഥയ്ക്ക്, വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്ക് എതിരാണ്. എന്നാൽ സമൂഹത്തോട് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്.
അതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നവർ ചിന്തിക്കുകയാണ്. 42-ാമത്തെ ശ്ലോകം. ന അംഗസ്യ വംശഃ വംശോ രാജർഷേഃ ഏഷഃ രാജർഷേരേഷ സംസ്ഥാതുമർഹതി അമോഘവീര്യാ ഹി നൃപാഃ വംശേ അസ്മിൻ കേശവാശ്രയാഃ. രാജർഷേഃ അംഗസ്യ, രാജർഷിയായ അംഗന്റെ ഏഷഃ വംശഃ, ഈ വംശം സംസ്ഥാതും നിന്നുപോകണം, അതൊരിക്കലും ഇവിടെ വച്ച് മുറിയരുത്. അങ്ങനെ സംസ്ഥാതും അർഹതി, അത് അങ്ങനെ ആയിരിക്കേണ്ടതാണ്. ഒരിക്കലും ഇത് ഇവിടെ വെച്ച് മുറിഞ്ഞു പോകാൻ പാടില്ല. ഈ വംശത്തിന്റെ ഈ ചങ്ങലക്കണ്ണി വേനനിൽ അവസാനിക്കാൻ പാടില്ല. ഹി എന്തെന്നാൽ ഈ വേനൻ ഒരു ദുഷ്ടനായിരുന്നു എന്നത് ശരി തന്നെ. പക്ഷേ ഈ വംശം അത്രയും ഉത്തമമായ വംശമാണ്. കാരണം ഭഗവാനെ നേരിട്ട് പ്രത്യക്ഷപ്പെടുത്തിയ ധ്രുവന്റെ വംശമാണ്. അതങ്ങനെ അറ്റുപോകാൻ പാടില്ല. അസ്മിൻ വംശേ, ഈ വംശത്തിലെ നൃപാഹ, രാജാക്കന്മാർ കേശവാശ്രയാഹ, ഭഗവാൻ കേശവനെ, ഭഗവാനിൽ തന്നെ ശരണാഗതി അടഞ്ഞ എത്രയോ മഹാത്മാക്കൾ ജനിച്ച് ജീവിച്ച വംശമാണിത്. അവരൊക്കെ അമോഘവീര്യാഹ, വീര്യശാലികളും ആയിരുന്നു. പക്ഷെ ഇടക്കൊരു പുഴുക്കുത്തുപോലെ വേനൻ വന്നു എന്ന് മാത്രം, അതവിടെ തീരുകയും ചെയ്തു. പക്ഷേ അതോടെ ഇത് നിന്നു പോകരുത്, ഈ വംശം കുറ്റിയറ്റു പോകരുത് എന്നവർ ഒരു ദൃഢനിശ്ചയം എടുക്കുകയാണ്. നാംഗസ്യ വംശോ രാജർഷേരേഷ സംസ്ഥാതുമർഹതി അമോഘവീര്യാ ഹി നൃപാ വംശേസ്മിൻ കേശവാശ്രയാഃ. 43-ാമത്തെ ശ്ലോകം. വിനിശ്ചിത്യ ഏവം ഋഷയഃ, വിനിശ്ചിത്യൈവം ഋഷയോ വിപന്നസ്യ മഹീപതേഃ മമന്ധുരൂരും തരസാ തത്രാസീത് ബാഹുകോ നരഃ. ഋഷയഃ, ഋഷിമാർ, ഏവം വിനിശ്ചിത്യ, ഇങ്ങനെ ആലോചിച്ചുറപ്പിച്ചിട്ട് അവർ വീണ്ടും കൊട്ടാരത്തിലേക്ക് വരികയാണ്. അതൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷെ അവർക്ക് ഇതിനൊരു പോംവഴി, അതായത് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന അരാജകത്വത്തിനൊരു പോംവഴി ഈ വേനനിൽ നിന്ന് തന്നെ മറ്റൊരു സൃഷ്ടി ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു രാജാവ് ഉണ്ടാവുകയാണ് ഇപ്പോഴത്തെ ഈ അരാജകത്വത്തിനൊരു പരിഹാരം എന്നതുകൊണ്ട് അവർ വിപന്നസ്യ മഹീപതേഹേ, മരിച്ചുപോയ രാജാവിൻ്റെ ഊരും തുടയെ തരസ, വേഗത്തിൽ മമന്ധുഹു, മഥനം ചെയ്തു. അവിടെ ആ മന്ത്രശക്തിയാണ് അവർ പ്രയോഗിക്കുന്നത്. അതായത് മന്ത്രശക്തിയാൽ ഈ കള്ളന്മാരെ ഇല്ലാതാക്കുക എന്ന ക്ഷത്രിയ ധർമ്മം അവർ പാലിച്ചില്ല. കാരണം അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. എന്നാൽ മന്ത്രശക്തി കൊണ്ടൊരു പുതിയ സൃഷ്ടിയെ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. അത് വിധിപരമായിട്ട് അത് ശരിയാണ്, അങ്ങനെ ചെയ്യുന്നത് ശരിയാണ്. അതാണ് പറയുന്നത്, നമ്മുടേതായ രീതിയിൽ നമ്മൾ സമൂഹത്തിലെ കാര്യങ്ങളിൽ ഇടപെടുക. എല്ലാവരും ചെന്ന് ഈ അക്രമികളെ പിടിച്ചു മാറ്റുക അങ്ങനെയല്ല. എന്താണോ ചെയ്യാൻ പറ്റുക, അവിടെ എന്ത് ചെയ്യാൻ പറ്റും അത് ബുദ്ധിപൂർവം ആലോചിച്ച് ചെയ്യുക. പക്ഷെ ഒന്നിൽ നിന്നും മാറി നിൽക്കരുത്. അതാണ് ഇവിടെ ഇവരുടേതായ രീതിയിൽ ആരെയും വധിക്കാതെ, എന്നാൽ ഈ വേനന്റെ ശരീരം വെച്ച് തന്നെ പുതിയൊരു സൃഷ്ടി നടത്താം എന്ന് അവർക്ക് മനസ്സിലായി. അതിന് അവരുടെ തപശക്തിയെ അവർ പ്രയോഗിക്കുകയാണ്, ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ തുട മഥനം ചെയ്തപ്പോൾ തത്ര, അവിടെ ബാഹുകഹ, ഒരു കുറിയ മനുഷ്യനെയാണ് അവർ കണ്ടത്. ബാഹുകഹ നരഹ ആസീത്, വളരെ ഉയരം കുറഞ്ഞ ഒരാൾ ആവിർഭവിച്ചു. വിനിശ്ചിത്യൈവ മൃഷയോ വിപന്നസ്യ മഹീപതേ മമന്ധുരൂരും തരസാ തത്രാസീത് ബാഹുകോ നര.
വേനന്റെ തുട കടഞ്ഞപ്പോൾ ആദ്യം വന്നത് വേനന്റെ ശരീരത്തെയും മനസ്സിനെയും ബാധിച്ച ആ പാപം മുഴുവൻ ആവാഹിച്ചുകൊണ്ടുള്ള ഒരു രൂപമായിരുന്നു. ഇതുപോലെയാണ് നമ്മൾ സാധന ചെയ്യുന്ന സമയത്ത്, സാധന ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ ദിവസവും കുറച്ചൊരു നാമം ജപിക്കാം എന്ന് ചിന്തിക്കുന്നയാൾ, അല്ലെങ്കിൽ ധ്യാനം ചെയ്യാം എന്ന് ചിന്തിക്കുന്നയാൾ ആദ്യമൊക്കെ അവരുടെ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നതായിട്ട് കാണാം. കൂടുതലായിട്ട്, അതിനു മുന്നേ ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് പെട്ടെന്നൊരു പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ വരുന്നതായിട്ട് കാണാം. അതിന് കാരണം നമ്മുടെ കർമ്മഫലത്തെ നമ്മളിങ്ങനെ ഇളക്കിക്കളയുകയാണ്. ഈ ചളിയൊക്കെ ഇളക്കിക്കളയുന്നത് പോലെ പെട്ടെന്ന് കുറേ ഇങ്ങോട്ട് വരും. അത് കണ്ട് പേടിക്കരുത്. കാരണം ഇത് ഒരുമിച്ച് അങ്ങോട്ട് ഇല്ലാതാക്കാൻ ഭഗവാൻ ചെയ്യുന്നതാണ്. നമ്മൾ സാധന ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മുടെ പൂർവജന്മ വാസനകളാകുന്ന അഴുക്ക് ഇളകി തുടങ്ങുന്നത്. അതുവരെ അതവിടെ പറ്റിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. സാധന ചെയ്യാത്തവരുടെ ജീവിതത്തിൽ ഇതിങ്ങനെ സാവധാനം അലിഞ്ഞങ്ങനെ അനുഭവത്തിനനുസരിച്ച്, നമ്മൾ ഓരോ പ്രാരബ്ധ കർമ്മഫലം അനുഭവിക്കുന്നതിനനുസരിച്ച് വളരെ പതുക്കെയേ അത് ഇല്ലാതാവുകയുള്ളൂ. പക്ഷേ നമ്മൾ സാധന ചെയ്ത് തുടങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് ഈ പാപകർമ്മങ്ങൾ മുഴുവൻ ആദ്യം അങ്ങോട്ട് ഇളകി വരും. അത് കണ്ട് പേടിക്കരുത്. അതിൻ്റെ ഒരു വേറെ ഒരു രൂപാന്തരമാണ് ഇവിടെ. വേനന്റെ ശരീരം കടഞ്ഞപ്പോൾ ആദ്യം വന്നത് കറുത്തിരുണ്ട ഒരു രൂപമാണ്. അത് വേനന്റെ പാപം മുഴുവൻ ഇങ്ങോട്ട് എടുത്തതുപോലെ. ഇനി ആ രൂപത്തെ കുറിച്ചാണ് പറയുന്നത്. 44-ാമത്തെ ശ്ലോകം. കാകകൃഷ്ണഃ അതിഹ്രസ്വാംഗഃ കാകകൃഷ്ണോ അതിഹ്രസ്വാംഗോ ഹ്രസ്വബാഹുഃ മഹാഹനുഃ ഹ്രസ്വബാഹുർമഹാഹനു ഹ്രസ്വപാത് നിമ്നനാസാഗ്രഃ ഹ്രസ്വപാന്നിമ്നനാസാഗ്രോ രക്താക്ഷഃ താമ്രമൂർധജഃ. കാകകൃഷ്ണഃ, കാക്കയെ പോലെ കറുത്തിരുണ്ടവൻ, അതിഹ്രസ്വാംഗഃ, തീരെ പൊക്കമില്ലാത്തവൻ, ഹ്രസ്വബാഹുഹു, അതുപോലെ തന്നെ ചെറിയ കൈ, ഹ്രസ്വപാത്, കാലും ചെറുത്, മഹാഹനുഹു, എന്നാൽ ഇങ്ങനെ ഉന്തിയതുപോലെയുള്ള കവിളുകൾ, വല്ലാതെ വീർത്ത കവിളുകൾ, നിമ്നനാസാഗ്രഹ, മൂക്കുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിൽ അങ്ങനെ പതിഞ്ഞ മൂക്ക്, രക്താക്ഷഃ, കണ്ണുകളൊക്കെ ചുവന്നിരിക്കുന്നു, താമ്രമൂർധജഃ, ചെമ്പൻ നിറത്തിലുള്ള മുടിയുള്ളവൻ. ഇങ്ങനെ ഒരു രൂപമാണ് ആദ്യം വന്നത്. കാകകൃഷ്ണോ അതിഹ്രസ്വാംഗോ ഹ്രസ്വബാഹുർമഹാഹനോ ഹ്രസ്വപാന്നിമ്നനാസാഗ്രോ രക്താക്ഷസ്താമ്രമൂർധജ. 45-ാമത്തെ ശ്ലോകം. തം തു തേ അവനതം ദീനം കിം കരോമീതി വാദിനം നിഷീദ ഇതി അബ്രുവൻ താത നിഷീദേത്യബ്രുവൻ താത സഹ നിഷാദഃ തതഃ അഭവത് നിഷാദസ്തതോ അഭവത്. ഇങ്ങനെ ഋഷിമാരുടെ മുന്നിൽ അവനതം, കുമ്പിട്ട് വണങ്ങി, ദീനഭാവത്തിൽ നിന്നുകൊണ്ട്, കിം കരോമി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇതി വാദിനം, എന്ന് ചോദിക്കുന്ന തം തു, അവനോടായിട്ട്, തേ, ആ ഋഷിമാർ പറഞ്ഞു, നിഷീദ, അവിടെ ഒരിടത്തിരിക്കൂ എന്ന് പറഞ്ഞു. ആ വാക്കാണ് നിഷീദ ഇതി അബ്രുവൻ. എന്നിട്ട് ഇവിടെ മൈത്രേയ മഹർഷി വിളിക്കുന്നു, ഹേ താത വിദുര, തതഃ, ആകയാൽ, സഹ, അവൻ, നിഷാദഃ, കാട്ടാളൻ ആയി, അഭവത്, ഭവിച്ചു. വേനന്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടായ ആ കറുത്തിരുണ്ട രൂപം നിഷാദൻ എന്ന് അറിയപ്പെട്ടു. തം തു തേ അവനതം ദീനം കിം കരോമീതി വാദിനം നിഷീദേത്യബ്രുവൻ സ്ഥാത സ നിഷാദസ്തതോ അഭവത്. ഇനി വരാനിരിക്കുന്ന രാജാവിന് വേനന്റെ പാപത്തിന്റെ ഒരു അംശം പോലും പാടില്ല എന്നതിനാലാണ് അവർ തങ്ങളുടെ സങ്കല്പത്താൽ വേനനിലെ
പാപത്തെ മുഴുവൻ അങ്ങോട്ട് ഊറ്റിയെടുത്തിട്ടൊരു രൂപത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അവൻ നിഷാദനായി തീർന്നു. അവരുടെ വംശപരമ്പരയാണ് നിഷാദന്മാർ, നൈഷാദന്മാർ. 46-ാമത്തെ ശ്ലോകം. തസ്യ വംശ്യാഹ തു വംശ്യാസ്തു നൈഷാദാഹ ഗിരികാനന ഗോചരാഹ യേന അഹരത് ജായമാനോ യേനാഹരത് ജായമാനോ വേന കൽമഷം ഉൽബണം വേന കൽമഷം ഉൽബണം. യേന യാതൊരു കാരണത്താൽ ഈ നിഷാദൻ ജായമാനഹ പിറവിയെടുത്തുവോ, അതിന്റെ കാരണം ആ വേനന്റെ ശരീരത്തിലെ പാപത്തെ മുഴുവൻ പുറത്തെടുക്കുക, അതിനെ ഒരു രൂപമാക്കി മാറ്റുക. അങ്ങനെ ഉൽബണം വേന കൽമഷം. ഉൽബണം എന്നാൽ അത്യുഗ്രമായ വേനന്റെ ആ കൽമഷത്തെ, പാപത്തെ മുഴുവൻ ഈ നിഷാദൻ ഏറ്റെടുക്കുകയാണ്. അഹരത് ഏറ്റെടുത്തുവോ, തന്മൂലം തസ്യ വംശ്യാഹതു ആ വംശത്തിലുള്ളവർ ഒക്കെ തന്നെ ഈ വേനന്റെ സ്വഭാവക്കാരായി. അതായത് ആരോടും ദയാദാക്ഷിണ്യങ്ങൾ ഒന്നുമില്ല, അവനവന്റെ കാര്യം നേടണം, അതിനായിട്ട് ഒരിടത്തിരുന്നു കൊണ്ട്. അതാണ് ഋഷിമാർ പറഞ്ഞത്, നിഷീത അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവർ തങ്ങൾക്കായിട്ടൊരു ഇടം തിരഞ്ഞെടുത്തിട്ട് അവിടെ നിന്നുകൊണ്ട് അതിലേ കടന്നു പോകുന്നവരെ ഉപദ്രവിക്കുക. ഇങ്ങനെ ആ വംശത്തിൽ തസ്യ വംശ്യാഹതു ആ വംശത്തിൽ ഉള്ളവരൊക്കെ ഗിരി കാനന ഗോചരാഹ മലകളിലും കാടുകളിലും താവളമുറപ്പിച്ചു. അവർ പുറത്തേക്ക് വരില്ല, നാട്ടിലേക്ക് വരില്ല. പക്ഷെ അവിടെ ആരെങ്കിലും, ആ വഴിയെ ആരെങ്കിലും പോയാൽ അവരെ ഉപദ്രവിക്കും. അങ്ങനെ ഒരിടത്തിരുന്നു കൊണ്ട് അവർ തങ്ങളുടെ ക്രൂരപ്രവൃത്തികൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്ന കാര്യങ്ങളൊക്കെ തുടർന്നു വന്നു. ആ വംശക്കാരാണ് നൈഷാദഹ, കാട്ടാള ജാതികൾ. ഇങ്ങനെ വേനന്റെ ശരീരത്തിലെ പാപത്തെ മുഴുവൻ ഊറ്റിയെടുത്തുണ്ടാക്കിയ രൂപം നിഷാദനായി. ആ നിഷാദന്റെ വംശപരമ്പര നൈഷാദന്മാർ, കാട്ടാളന്മാരായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 4-ാം സ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. തസ്യ വംശ്യാസ്തു നൈഷാദാ ഗിരികാനന ഗോചരാഹ യേന ഹരജ്ജായമാനോ വേന കൽമഷമുൽബണം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ 4th-സ്കന്ധേ പൃഥുചരിതേ നിഷാദോത്പത്തിർനാമ 14-ോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.